എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ക്ലാസ്സാണ്. ജെൻസി കലാപം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി വരുന്ന PSC പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജെൻസി എന്നുള്ളതിലൂടെ ഉദ്ദേശിക്കുന്നത് ജനറേഷൻ സി എന്നതാണ്. ജനറേഷൻ സി എന്നുള്ളതാണ് ജെൻസി എന്ന ആ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജെൻസി ഇത് എന്ന് പറയുമ്പോൾ അതൊരു ഏജ് ഗ്രൂപ്പാണ്. 1997-നും 2012-നും ഈ ഒരു വർഷങ്ങൾക്കിടയിലുള്ള കുട്ടികളെയാണ് പ്രധാനമായിട്ടും ജെൻസികൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ജെൻസി അതിലൂടെ ഉദ്ദേശിക്കുന്നത് അതായത് 1997-നും 2012-നും ഇടയിലുള്ള കുട്ടികളെയാണ് പൊതുവെ ജെൻസി ആയിട്ട് ഉദ്ദേശിക്കുന്നത്. 1997 മുമ്പുള്ളത് എന്ന് പറയുമ്പോൾ 1981 മുതൽ 1996 വരെയുള്ളവരെ പൊതുവെ വിളിക്കുന്ന പേരാണ് മില്ലേനിയൽസ്. മില്ലേനിയൽസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. 1981 മുതൽ 96 വരെയുള്ള കാലഘട്ടത്തിൽ ജനിച്ചവരെ പൊതുവെ വിളിക്കുന്ന പേരാണ് മില്ലേനിയൽസ്. എന്നാൽ 97-നും 2012-നും ഇടയിൽ ജനിച്ചവരെ വിളിക്കുന്ന പേരാണ് ജെൻസികൾ. എന്നാൽ 2012-ന് ശേഷം എന്ന് പറയുമ്പം ജെൻസിക്ക് ശേഷമുള്ള കുട്ടികളെ വിളിക്കുന്ന പേരാണ് ജെൻ ആൽഫ. ഈ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി എടുക്കണം. 97-നും 2012-നും ഇടയിൽ ജനിച്ച കുട്ടികളെയാണ് ജെൻസി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 81-നും 96-നും ഇടയിലുള്ള ജനിച്ചവരെ വിളിക്കുന്ന പേരാണ് മില്ലേനിയൽസ്. എന്നാൽ ജെൻസിക്ക് ശേഷം ജനിച്ചവരെ വിളിക്കുന്ന പേരാണ് ജെൻ ആൽഫ. ഇതിൽ നിങ്ങൾ ജനിച്ചത് ഏത് കാറ്റഗറി ആണെന്നുള്ളത് കമൻ്റ് ഇടുക. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കാര്യത്തിലോട്ട് പോവാം. ചില പ്രത്യേക കാരണങ്ങളാൽ 2025 സെപ്റ്റംബർ 4 സെപ്റ്റംബർ 4 നമ്മുടെ അയൽവക രാജ്യമായിട്ടുള്ള നേപ്പാളിൽ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ഫേസ്ബുക്ക്, വാട്സപ്പ് എന്നിങ്ങനെയുള്ള 26 ആപ്ലിക്കേഷനുകൾ ബാൻ ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ അത് നിരോധിച്ചിരുന്നു. 2025 സെപ്റ്റംബർ 4 നേപ്പാളിൽ 26 സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകൾ, ഫേസ്ബുക്ക്, വാട്സപ്പ് ഇങ്ങനെയുള്ള 26 വിവിധ തരത്തിലുള്ള സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകൾ ബാൻ ചെയ്തിരുന്നു. എന്നാൽ അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ജെൻസി എന്ന് പറയുമ്പോൾ 97-നും 2012-നും ഇടയിൽ ജനിച്ച കുട്ടികൾ പ്രക്ഷോഭം ഉണ്ടാക്കി. അതിലൂടെ നേപ്പാളിൽ വലിയ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി. അവിടുത്തെ പ്രധാനമന്ത്രി ആയിട്ടുള്ള KP ശർമ്മ ഒലി എന്ന വ്യക്തി രാജിവെച്ച് പോവുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ജെൻസി കലാപം എന്ന് പറയുമ്പോൾ അത്രത്തോളം പവർഫുൾ ആയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 26 സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകൾ നേപ്പാളിൽ 2025 സെപ്റ്റംബർ 4 നിരോധിച്ചിരുന്നു. അതിനെ തുടർന്ന് ജനറേഷൻ സി അതായത് ജെൻസിയിൽപ്പെട്ട കുട്ടികൾ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് പ്രക്ഷോഭം ഉണ്ടാക്കുകയും അതിനെ തുടർന്ന് അവിടുത്തെ നേപ്പാളിലെ പ്രധാനമന്ത്രി ആയിട്ടുള്ള KP ശർമ്മ ഒലി അദ്ദേഹം നേപ്പാളിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും രാജിവെച്ച് പോകേണ്ട അവസ്ഥയായി പോയി. രാജിവെച്ചു. നമുക്കിനി വരുന്ന PSC പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിച്ചേക്കാം, ജെൻസി കലാപത്തെ തുടർന്ന് രാജിവെച്ച നേപ്പാൾ പ്രധാനമന്ത്രി ആരാണ് എന്നുള്ള ചോദ്യം ഇനി വരുന്ന പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അത് എന്ന് പറയുമ്പം KP ശർമ്മ ഒലിയാണ്. പിന്നെ ഇതിലൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ടിക്ടോക്ക് എന്നുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ടിക്ടോക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബാൻ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു കാര്യം നിങ്ങൾ അഡീഷണലായിട്ട് ചുവപ്പ് മഷി പേന കൊണ്ട് അടയാളപ്പെടുത്തി വെച്ച് പഠിച്ചോളണം. ടിക്ടോക്ക് നമുക്കറിയാവുന്ന ആപ്ലിക്കേഷൻ തന്നെയാണ്. ജെൻസി കലാപത്തെ തുടർന്ന് നേപ്പാളിൽ സൈന്യം കർഫ്യൂ ഏർപ്പെടുത്തിയത് 2025 സെപ്റ്റംബർ 10-നാണ്. 2025 സെപ്റ്റംബർ 10-നാണ് സൈന്യം കർഫ്യൂ ഏർപ്പെടുത്തി. കർഫ്യൂ എന്ന് വാക്ക് കേൾക്കുമ്പോൾ നമുക്കറിയാം, കൊറോണ സമയത്തൊക്കെ കർഫ്യൂ ഏർപ്പെടുത്തി നമ്മൾ ഇന്ത്യയിലും എല്ലായിടത്തും കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാമല്ലോ കർഫ്യൂ എന്താണെന്നുള്ള അറിയാം. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം നേപ്പാളിൽ
സൈന്യം കർഫ്യൂ ഏർപ്പെടുത്തിയത് 2025 സെപ്റ്റംബർ 10-നാണ്. ജൻസി കലാപത്തെ തുടർന്ന് നേപ്പാളിൽ സൈന്യം കർഫ്യൂ ഏർപ്പെടുത്തിയത് 2025 സെപ്റ്റംബർ 10-നാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റേറ്റ്മെൻറ്റ് പോലത്തെ ചോദ്യങ്ങളെ ചോദിക്കുകയുള്ളൂ. അതുകൊണ്ട് വർഷം ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ. 2024-ലാണ് ബാൻ ചെയ്തത്. എത്ര 26 ആപ്ലിക്കേഷനാണ് ഇതുമായി ബന്ധപ്പെട്ട് ബാൻ ചെയ്തത്. എന്നാൽ സൈന്യം കർഫ്യൂ ഏർപ്പെടുത്തിയത് 2010-ലാണ്. പിന്നെ ഞാൻ പറഞ്ഞു KP ശർമ്മ ഒലി, അദ്ദേഹം നേപ്പാളിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും ജൻസി കലാപവുമായി ബന്ധപ്പെട്ട് രാജിവെച്ചു എന്ന് ഞാൻ പറഞ്ഞു. ഇദ്ദേഹത്തിന് ശേഷം ഒരു ഇടക്കാല പ്രധാനമന്ത്രി വന്നിട്ടുണ്ടായിരുന്നു. ഇടക്കാല പ്രധാനമന്ത്രി. അവരുടെ പേര് സുശീല കാർക്കി. സുശീല കാർക്കി. നമ്മൾ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് സുശീല കാർക്കി. ഇവരുടെ പ്രത്യേകത എന്ന് പറയുമ്പം നേപ്പാളിൻ്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് സുശീല കാർക്കി. ഫസ്റ്റ് വനിത PSC പരീക്ഷകൾ എന്ന് പറയുമ്പോൾ PSCക്ക് ആദ്യത്തെ വനിത എന്നുള്ള ആ ഒരു വിഷയം, ആ ഒരു കൺസെപ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പുസ്തകത്തിൽ ഇത് ചുവപ്പുപൊശി പേനോട്ട് അടയാളപ്പെടുത്തി വെച്ചോളാം. നേപ്പാളിൻ്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് സുശീല കാർക്കി. പിന്നെ ഇവർക്ക് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നേപ്പാളിൻ്റെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യത്തെ വനിത സുശീൽ കാർക്കിയാണ്. നേപ്പാളിൻ്റെ സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യത്തെ വനിതയാണ് സുശീല കാർക്കി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സുശീല കാർക്കി എന്ന് പറയുന്ന ഇവർക്ക് 2 പ്രത്യേകതയുണ്ട്. ഏതൊക്കെയാണ്? നേപ്പാളിൻ്റെ പ്രധാനമന്ത്രി ആകുന്ന ആദ്യത്തെ വനിത എന്ന് പറയുമ്പോൾ ഇവർ ഇടക്കാല പ്രധാനമന്ത്രിയാണ് എന്നുള്ള കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളാം. നേപ്പാളിൻ്റെ പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ വനിതയാണ് സുശീല കാർക്കി. അതേപോലെ തന്നെ നേപ്പാളിൻ്റെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യത്തെ വനിതയാണ് സുശീല കാർക്കി. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ 2 കാര്യങ്ങളും 2025 ഒക്ടോബർ മാസത്തിൻ്റെ PSC ബുള്ളറ്റിനകത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം PSC ബുള്ളറ്റിനകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന സംഭവമാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ പുസ്തകത്തിൽ ഒരു ബോക്സ് വരച്ച് അടയാളപ്പെടുത്തിയിട്ടോളം ഉറപ്പായിട്ടും ചോദിക്കും. പിന്നെ നേപ്പാളിൻ്റെ തലസ്ഥാനം എവിടെയാണ്? നേപ്പാളിൻ്റെ തലസ്ഥാനം കാഠ്മണ്ഡു. നേപ്പാളിൻ്റെ ക്യാപിറ്റൽ കാഠ്മണ്ഡു. നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹിയാണ്. കേരളത്തിൻ്റെ തലസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. അതുപോലെ തന്നെ നേപ്പാളിൻ്റെ നേപ്പാളിൻ്റെ തലസ്ഥാനം കാഠ്മണ്ഡുവാണ്. കാഠ്മണ്ഡുവിനെ പറ്റി വേറൊരു കാര്യം പറഞ്ഞുതരാം. സാർക്ക് എന്ന് നിങ്ങൾ കേട്ടോ? SAARC. സാർക്കിൻ്റെ ആസ്ഥാനം കാഠ്മണ്ഡുവാണ്. ഇപ്പോഴത്തെ നേപ്പാളിൻ്റെ രാഷ്ട്രപതിയും കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കണം. ഒരു പക്ഷേ ചിലപ്പോൾ അതും കൂടി ചോദിച്ചാലായി. രാംചന്ദ്ര പൗഡൽ. ഇതെന്ന് പറയുമ്പോൾ ഏതാണ്? രാഷ്ട്രപതി, പ്രസിഡന്റ്. 2 കാര്യങ്ങൾ. കാഠ്മണ്ഡുവാണ് ആസ്ഥാനം. രാമചന്ദ്ര പൗഡൽ ഇദ്ദേഹമാണ് നേപ്പാളിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രപതി, നേപ്പാളിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. അപ്പം നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് റിവിഷൻ ചെയ്യാം. ജൻസി കലാപത്തിനെ പറ്റി നമ്മൾ നോക്കിയത് 1997 മുതൽ 2012, 2012 ഇതിനിടയിൽ ജനിച്ച കുട്ടികളെയാണ് പ്രധാനമായിട്ടും ജൻസി കുട്ടികൾ എന്നറിയപ്പെടുന്നത്, അഥവാ ജൻസി കുട്ടികൾ. പിന്നെ 1981-നും 96-നും ഇടയിൽ ജനിച്ചവരാണ് മില്ലേനിയൽസ് എന്നറിയപ്പെടുന്നത്. പിന്നെ ജൻസിക്ക് ശേഷം ജനിച്ചത് കുട്ടികളാണ് ജെൻ ആൽഫ എന്ന് പറയുമ്പോൾ ജനറേഷൻ ആൽഫ എന്നറിയപ്പെടുന്നത്. നേപ്പാളിൽ ജൻസി കലാപത്തെ തുടർന്ന് രാജിവെച്ച പ്രധാനമന്ത്രിയാണ് KP ശർമ്മ ഒലി. പിന്നെ 2025 സെപ്റ്റംബർ 4-നാണ് നേപ്പാളിൽ 26 ആപ്ലിക്കേഷനുകൾ ബാൻ ചെയ്തത്. പിന്നെ അതിന് ബാൻ ചെയ്യാത്തതായിട്ടുള്ള ഒരേ ഒരു ആപ്ലിക്കേഷനാണ് ടിക്ടോക്ക്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പം ഇടക്കാല പ്രധാനമന്ത്രി സുശീല കാർക്കി വന്നു. സുശീല കാർക്കിയെ പറ്റി പറയുമ്പം ഇവർ ഇടക്കാല പ്രധാനമന്ത്രിയാണ്. നേപ്പാളിൻ്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് സുശീല കാർക്കി. പിന്നെ സുശീല കാർക്കി തന്നെയാണ് നേപ്പാളിൻ്റെ സുപ്രീം കോടതിയുടെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ്. നേപ്പാൾ സുപ്രീം കോടതിയുടെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസാണ് സുശീല കാർക്കി. പിന്നെ ജൻസി കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൈന്യം കർഫ്യൂ ഏർപ്പെടുത്തിയത് 2025 സെപ്റ്റംബർ 10-ആണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. പിന്നെ
രാംചന്ദ്ര പൗഡൽ, അദ്ദേഹമാണ് നേപ്പാളിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രപതിയാണ് രാംചന്ദ്ര പൗഡൽ. ജൻസി കലാപത്തിൽ അവർ മുന്നോട്ട് വെച്ച 1-2 ആശയങ്ങൾ എന്ന് പറയുമ്പോൾ നേപ്പാളിൻ്റെ അഴിമതി ഭരണം നിർത്തുക എന്നുള്ളത് അവർ കൊണ്ടുവന്ന മുദ്രാവാക്യമാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ബാൻ പിൻവലിക്കുക എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയുടെ നിരോധനം പിൻവലിക്കുക എന്നിങ്ങനെയുള്ള ആശയങ്ങളൊക്കെയാണ് ജൻസി കുട്ടികൾ നേപ്പാളിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കണം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മൊത്തം 7 ക്വസ്റ്റ്യൻസ് തരും. ഇനി വരുന്ന 10ാം ക്ലാസ്, +2, ഡിഗ്രി ലെവലിലുള്ള ഏതൊരു പരീക്ഷയ്ക്കും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള 7 കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ തരികയാണ്. അപ്പോൾ നിങ്ങൾ ഇതും കൂടെ മൊത്തം എഴുതിയെടുത്ത് പഠിക്കണം. പിന്നെ ഞാൻ തരുന്ന 7 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾ കമൻ്റായിട്ട് ഇടുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരള ഹൈക്കോർട്ടിൻ്റെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത്, KSRTCയുടെ പുതിയ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? KSRTCയുടെ പുതിയ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? അടുത്തത്, 2025 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണ്? 2025 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണ്? അടുത്ത ക്വസ്റ്റ്യൻ, ആധാറിൻ്റെ പുതിയ ഔദ്യോഗിക ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഇതാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ. 5ാമത്തേത്, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ആരാണ്? ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിഴ ജയശങ്കർ ഇദ്ദേഹം ഏത് മേഖലയിലാണ് പ്രശസ്തി നേടിയിട്ടുള്ളത്? തിരുവിഴ ജയശങ്കർ ഇദ്ദേഹം ഏത് മേഖലയിലാണ് പ്രശസ്തി നേടിയിട്ടുള്ളത്? അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ജനുവരിയിൽ അന്തരിച്ച മനോജ് കോത്താരി ഇദ്ദേഹം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇദ്ദേഹം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇവിടെ തന്നിട്ടുള്ള 7 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇതിൻ്റെ ആൻസർ കമൻ്റായിട്ട് ഇടുക. ഈ തന്നിട്ടുള്ള 7 ക്വസ്റ്റ്യൻസും ഏത് പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം. 10ാം ക്ലാസ് ലെവലായിക്കോട്ടെ, +2 ആയിക്കോട്ടെ, ഡിഗ്രി ആയിക്കോട്ടെ, ഏത് പരീക്ഷയ്ക്കും ചോദിക്കാൻ സാധ്യതയുള്ള നല്ല ക്വസ്റ്റ്യൻ, നല്ല സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യനാണ് ഈ 7 ക്വസ്റ്റ്യനുകളും. അതുകൊണ്ട് ഈ 7 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ കണ്ടെത്തുക, കമൻ്റായിട്ട് ഇടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കറണ്ട് അഫയേഴ്സിൻ്റെ ടോപ്പിക് വൈസ് നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കിൻ്റെ പേര് കമൻ്റ് ഇടുക, എങ്കിൽ അതിനനുസരിച്ചുള്ള വീഡിയോ ഞാൻ സെറ്റാക്കി തരാം. പിന്നെ ഈ ഒരു വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുക. ജൻസി കലാപത്തെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാവുള്ളൂ. പഠിക്കാൻ പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലേ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇനി ഇതിന് പുറമെ എന്തെങ്കിലും അഡീഷണൽ കാര്യങ്ങൾ പ്രധാനപ്പെട്ട എന്ന് പറയുമ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളത് എന്ന് തോന്നുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഞാനത് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ എന്തെങ്കിലും ഇട്ടേക്കാം. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്.